പീഡനക്കേസിൽ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ SIT നീങ്ങുകയാണ്. ഈ മാസം 15-ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പ്രത്യേക അന്വേഷണ സംഘം ജയസൂര്യയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ വെച്ച് ഷൂട്ടിങ്ങിനിടെ നടിയെ കയറി പിടിച്ചു എന്നുള്ളതാണ് കേസ്. റിനു ശ്രീധർ തന്നെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ രണ്ടാമത്തെ നടനെയും വിളിപ്പിക്കുകയാണ്. ജയസൂര്യക്കെതിരായ കേസ് 15-ാം തീയതി ഹാജരാകണം, അല്ലേ? നോട്ടീസ് അയച്ചു കഴിഞ്ഞോ? തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം ജയസൂര്യയ്ക്കും നോട്ടീസ് അയച്ചു. ഈ മാസം 15-നാണ് തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ച് 2013-ൽ ഈ നടിയെ കടന്നുപിടിച്ചു എന്നുള്ളതാണ്. ശുചിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടന്നുപിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ മാസം 15-ന് ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരത്തിൽ കൂടി സ്മൃതി പോകേണ്ടതുണ്ട്. സിദ്ദിഖിനെ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 12-ാം തീയതി വീണ്ടും ഹാജരാകാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ സിദ്ദിഖ് വീണ്ടും ഹാജരാകണം എന്നുള്ളതാണ്. ഈ മാസം 12-ന് വീണ്ടും ഹാജരാകണം എന്നുള്ളതാണ് സിദ്ദിഖിന് ഈ SIT ടീം ഇപ്പോൾ നോട്ടീസ് നൽകിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 12-ന് അദ്ദേഹം ഹാജരാകുകയും ചെയ്യുമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. തുടർ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്ന് പോകുമോ, കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ളത് 12-ാം തീയതി നമുക്ക് അറിയാം. 12-ാം തീയതി അത്തരത്തിലൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ജയസൂര്യയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഈ മാസം 15-ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ളൊരു നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. ഈ തൊട്ട് മുന്നിലുള്ള സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് 2013-ൽ നടിയെ കടന്നുപിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പീഡന പരാതി നൽകുകയും കണ്ടോൺമെന്റ് സ്റ്റേഷൻ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ചെയ്തത്. കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷ നൽകുമ്പോൾ അത്തരമൊരു ജാമ്യത്തിൻ്റെ ആവശ്യമില്ല, അത്തരമൊരു വകുപ്പല്ല നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് തീർപ്പാക്കി കോടതിയിൽ ജാമ്യഹർജി തീർപ്പാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 15-ന് ജയസൂര്യയും അല്ലെങ്കിൽ രണ്ടാമത് ഒരു നടനെയും അന്വേഷണ സംഘം ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്. സ്മൃതി, ശരി. 2 കേസുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. 12-ാം തീയതി വീണ്ടും ഹാജരാകണമെന്ന നോട്ടീസും നൽകിയിട്ടുണ്ട്. നടൻ ജയസൂര്യ 15-ാം തീയതി ഹാജരാകണമെന്നാണ് SITയുടെ നിർദ്ദേശം.